ഹായ്, ഇന്നലെ റിലീസായ അതിരടി, അതുപോലെ ഇന്ന് റിലീസായിട്ടുള്ള സൂര്യയുടെ തമിഴ് ചിത്രം കറുപ്പ്, ഈ രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. അതിരടി എന്ന സിനിമ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ കളക്ഷൻ നേട്ടമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തത്. അതായത് ഫസ്റ്റ് 6,05,00,000 നേടിയെന്നാണ് ട്രാക്കേഴ്സ് പറയുന്ന കണക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. അത് ഫസ്റ്റ് ഡേയുടെ മാത്രമല്ല, പ്രീമിയർ ഷോയുടെ കണക്ക് കൂടി കൂട്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതായത് 5 കോടിക്ക് മുകളിൽ ഫസ്റ്റ് ഡേ മാത്രം സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. പ്രീമിയർ ഷോ കൂടി കൂട്ടുമ്പോൾ സിനിമയ്ക്ക് 6,05,00,000 വന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് 10 കോടിയിൽ കൂടുതൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെയും കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തു വന്നിട്ടില്ല. തീർച്ചയായും വരുന്ന സമയത്ത് അറിയിക്കുന്നതായിരിക്കും. അതിനിടയ്ക്ക് ഇന്നും മികച്ച ബുക്കിംഗ് വരുന്നുണ്ട്. മണിക്കൂറിൽ 10,000-ത്തിനടുത്ത് ടിക്കറ്റുകൾ സിനിമയ്ക്ക് വിറ്റുപോകുന്നുണ്ട് ബുക്ക് മൈ ഷോയിലൂടെ. അത് വലിയൊരു നേട്ടം തന്നെയാണ്. അതുപോലെ കറുപ്പ് എന്ന സിനിമ, കറുപ്പിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. പക്ഷേ സിനിമയ്ക്ക് വരുന്ന ബുക്കിംഗ് അത് വേറെ ലെവലാണ്. ബുക്ക് മൈ ഷോയിലൂടെ ഓരോ മണിക്കൂറിലും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. പല സമയത്തും 40,000-ൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട് മണിക്കൂറിൽ. അതായത് 43,000 ടിക്കറ്റുകൾ ഒരു മണിക്കൂറിൽ വിറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും സിനിമയ്ക്ക് 35,000-ൽ കൂടുതൽ ടിക്കറ്റുകൾ മണിക്കൂറിൽ വിൽക്കുന്നുണ്ട്. തീർച്ചയായും നല്ലൊരു കാര്യം. ഇതേ ഒരു ബുക്കിംഗ് ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും ഫസ്റ്റ് ഡേ കറുപ്പ് എന്ന സിനിമ മികച്ച കളക്ഷൻ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ദൃശ്യം 3 റിലീസിന് ഒരാഴ്ച മുൻപ് തന്നെ 10 കോടിക്ക് മുകളിൽ പ്രീ സെയിലായി നേടിയെടുത്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു സിനിമ 10 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം. തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. റിലീസിന് ഒരാഴ്ച മുൻപാണ് ഈ ഒരു നേട്ടം ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രീ സെയിലിലൂടെ മലയാള സിനിമകൾ 10 കോടി കടക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അങ്ങനെ കടന്ന വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതും വിരലിലെണ്ണാവുന്ന സിനിമകൾ. ഈ സിനിമകളിലെല്ലാം ലാലേട്ടനുണ്ട് എന്നുള്ളത് ലാലേട്ടന്റെ സ്റ്റാർഡം എന്താണ് എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്. അതായത് എമ്പുരാൻ, മരക്കാർ, ഒടിയൻ, പാട്രിയറ്റ്, ഇപ്പോ ദൃശ്യം 3, ഇതിലെല്ലാം മോഹൻലാലുണ്ട്. പാട്രിയറ്റ് മാത്രമാണ് ഒരു മൾട്ടി സ്റ്റാർ ചിത്രം. തീർച്ചയായും മമ്മൂക്കയാണ് സിനിമയിലെ നായകൻ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് പ്രീ സെയിൽ കളക്ഷനിലൂടെ അത്രയും കളക്ഷൻ വരാനുണ്ടായ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മോഹൻലാൽ മമ്മൂട്ടി ചിത്രമായതുകൊണ്ടാണ്. ഫസ്റ്റ് ആ സിനിമയുടെ കളക്ഷൻ വലിയ രീതിയിൽ മുന്നോട്ട് പോവാനും ഈ ഒരു മമ്മൂട്ടി മോഹൻലാൽ ചിത്രം എന്നുള്ളൊരു കാര്യം കാരണമായിട്ടുണ്ട്. മറ്റു ഒരു സിനിമയ്ക്കും 10 കോടിക്ക് മുകളിൽ പ്രീ സെയിൽ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടില്ല. അതായത് മോഹൻലാലിന്റെ സ്റ്റാർഡം തന്നെയാണ് പല സിനിമകളെയും വമ്പൻ പ്രീ സെയിലിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇപ്പൊ ദൃശ്യം 3 റിലീസിന് ഒരാഴ്ച മുൻപേ തന്നെ പ്രീ സെയിലിലൂടെ 10 കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു. പിന്നെ പല ആൾക്കാരും ഇത് തള്ള് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇത് ട്രാക്ക് ചെയ്ത കണക്കാണ് എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് പറയാൻ പറ്റും. ബോധമുണ്ടെങ്കിലേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. അതില്ലാത്തത് കൊണ്ട് അത് പറഞ്ഞിട്ടും കാര്യമില്ല. അതായത് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ കണക്ക് മാത്രമല്ല, ഇത് ട്രാക്ക് ചെയ്ത് കിട്ടിയ കണക്കാണ് എന്നുള്ളത് ബോധമുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരെ സംബന്ധിച്ചിട്ട് മലയാള സിനിമയുടെ ബഡ്ജറ്റ് 2 കോടിയാണ്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ, അതായത് ഫൈനൽ കളക്ഷൻ 85 കോടിയാണ്. ഫസ്റ്റ് ഡേ കളക്ഷൻ 10 കോടിയാണ്. ഇപ്പോൾ 28 കോടി ആയിട്ടുണ്ട് അവരുടെ കണക്ക് പ്രകാരം. അങ്ങനെയൊക്കെയാണ് അവരുടെ രീതി. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൃശ്യം 3 ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാവാൻ ഈ സിനിമ ഒരുങ്ങിക്കഴിഞ്ഞു. പോസിറ്റീവ് റെസ്പോൺസ് ആണ് എങ്കിൽ വേറെ ലെവൽ കളക്ഷൻ തൂക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.